الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع പലിശ ഭുജിക്കുന്ന ആളുകൾ നാളെ മഹ്ശറയിൽ പിശാച് ബാധ ഏറ്റവരെ പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. യാ അയ്യുഹല്ലദീന ഫഇല്ലം തഫഅലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. നിങ്ങൾ പലിശ ഒഴിവാക്കുന്നില്ലെങ്കിൽ, പലിശയുമായുള്ള ഇടപാടിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നില്ലെങ്കിൽ അറിയണേ, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അടുക്കൽ നിന്നുള്ള യുദ്ധപ്രഖ്യാപനത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. അള്ളാഹ് യുദ്ധം പ്രഖ്യാപിക്കുക നമ്മളോട്. അല്ലെങ്കിലും സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ നമ്മളോട് പറഞ്ഞത്? പലിശക്ക് ഒരുപാട് ഇനങ്ങളുണ്ട്. അതിൽ ഏറ്റവും താണ ഇനം ഏതുപോലെ ഞാൻ പറയണോ? ഒന്ന് പറഞ്ഞു, നിങ്ങൾ അറിയില്ലേ? അതിൽ ഏറ്റവും താണ, ഏറ്റവും ലഘുവായ പലിശയുമായുള്ള ഇടപാട് ഏതുപോലെയാണ്? സ്വന്തം ഉമ്മാനെ വിചാരിക്കുന്ന പോലെ അല്ലേ? എനിക്ക് പറയാൻ, സത്യത്തിൽ ഇത് പറയാൻ വല്ലാത്ത മടിയാണ്. ഞാൻ പറയാൻ ഏറ്റവും കൂടുതൽ പേടിക്കുകയും മടിക്കുകയും ചെയ്യുന്ന ഒരു കാരണം റസൂൽ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇതില് ഒരു വലിയ തത്വം എന്താ അറിയുക? പലിശയായിട്ട് ഇടപാട് നടത്തുക, അതിനെന്ത് ന്യായം പറഞ്ഞു, എന്ത് ന്യായം അതിന് പറഞ്ഞാലും പലിശയുമായി ഇടപാട് നടത്തുന്ന മുസ്ലിമിന് രണ്ട് ഓപ്ഷനാണുള്ളത്. എന്താ? ഒന്നുകിൽ കാഫറാകുക, അല്ലെങ്കിൽ ഉമ്മാനെ വ്യഭിചരിക്കുന്നവനാവുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? റസൂല് പറഞ്ഞതാണ് എന്ത്? റസൂല് പറഞ്ഞതാണ് പലിശയുമായി ഇടപെടുന്ന ആള്, അതിൽ ഏറ്റവും ചെറിയ വിഭാരക്കാരൻ ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റസൂല് പറഞ്ഞത് ശരിയല്ല, റസൂല് പറഞ്ഞത് ഞാൻ വിശ്വസിക്കണില്ല, ഞാനത് മൈൻഡ് ചെയ്യണില്ല. നമ്മളാരായി? മുർത്തദായില്ലേ? കാഫറായോ ഇല്ലയോ? ആയി. റസൂല് പറഞ്ഞ് നിഷേധിച്ച കാഫറായി. എന്നെ കാഫർ എന്ന് പറയണേ. ഇനി നമ്മൾ പറയണം, റസൂല് കളവ് പറയില്ല, റസൂല് പറഞ്ഞൊക്കെ സത്യമാണ്, ഉള്ളതാണ് എന്ന് പറഞ്ഞാലോ, എന്നിട്ട് പലിശ എടുക്കാൻ പോയാലോ, നമ്മളാരായി? ഞാൻ പറയണ്ടല്ലോ, പറയാതെ എനിക്ക് മനസ്സിലായില്ലേ? ഇത് ഓർമ്മയിലിരിക്കട്ടെ. രണ്ട് അപകടകരമായ ഓപ്ഷനാണ് നമുക്ക് മുന്നിലത്. പലിശ ചവിട്ടി നടക്കുന്നുണ്ടെങ്കിൽ മുസ്ലിമേ, രണ്ട് ഓപ്ഷനാണ് നിന്റെ മുന്നിൽ. ഒന്നുകിൽ മുർത്തദാവുക, അല്ലെങ്കിൽ സ്വന്തം ഉമ്മാന്റെ കൂടെ കിടപ്പറ പങ്കിടുന്ന മൃഗീയ മനുഷ്യനാകുക. ഈ രണ്ട് ഓപ്ഷൻ അല്ലാതെ മറ്റൊന്നില്ല. ഖുർആനാവണം ഈ പരിശുദ്ധ റമദാൻ വരുന്നതിന്റെ മുന്നേ സ്വന്തം വീട് വിറ്റിട്ടാണെങ്കിലും, സ്വന്തം കിടപ്പാടമില്ലാതെ, സ്വന്തം ഭാര്യയും മക്കളെയും കൂട്ടി തെരുവിലിറങ്ങിയാൽ അള്ളാന്റെ സംരക്ഷണം ഉണ്ടാവും. പലിശ ഇല്ലാതാക്കാനാണെങ്കിൽ റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാവും. കൂട്ടരെ, ഏതറ്റം വരെ നിങ്ങൾക്ക് പോകാം, അള്ളാഹുവിന്റെ കാവലുണ്ടാകും. മണിമാളിക പോലുള്ള വീട് വർഷാവർഷം പലിശ അടച്ചോണ്ടിരിക്കുക, എടുത്ത തുക തിരിച്ചടക്കാൻ മാർഗമില്ല, വിറ്റുകളാ. എന്നിട്ട് ഒരു ചാപ്പയിൽ, ഒരു ചെറ്റക്കുടിലിൽ മക്കളെയും ഭാര്യയെയും കൂട്ടി ചെന്ന് നിൽക്ക്. അള്ളാഹ് റഹ്മത്ത് തരും, അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് തരും. അള്ളാഹ് പലിശ നശിപ്പിച്ചു കളയും. ശാപം പിടിച്ചൊരിടപാടാണത്. സാമ്പത്തിക രംഗത്ത് മുസ്ലിങ്ങളെ നമ്മൾ വളരെയധികം മോശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പൊടിപുരണ്ട വസ്ത്രങ്ങളുമായി, ജടപിടിച്ച മുടിയുമായി, പൊടിപുരണ്ട ശരീരവുമായി കൈകളുയർത്തിക്കൊണ്ട് അല്ലാഹ് 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 എന്ന് ആവർത്തിച്ചു വിളിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപം പൊറുക്കുന്നില്ല. കാരണം എന്താ? അവന്റെ രക്തത്തിൽ, അവന്റെ ചോരയിൽ ഹറാമ് കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാമ്പത്തികമായ ഇടപാടിൽ ഖുർആൻ ആകണം നാം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായ ഇടപാടിൽ കടന്നു വരണം. എന്നാൽ ഭൗതികമായി ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. എന്താ അറിയോ? മക്കൾക്ക് ബുദ്ധി ഉണ്ടാകും. മഹാനായ ബുഖാരി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്നിടത്ത് പറയുന്നില്ലേ, എന്റെ ഉമ്മ ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ള സംഗതി പോലും എനിക്ക് തന്നിട്ടില്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള ഇമാം ബുഖാരി. ഹദീസുകൾ മനപ്പാടെന്ന് മാത്രമല്ല, നൂറുകണക്കിന് പണ്ഡിതന്മാര് മുന്നിൽ ഇരുന്നിട്ട് 4 ഭാഗത്ത് ചോദ്യം ചോദിക്കുക, ഹദീസുകൾ തെറ്റിച്ച് പറയാ, ബുഖാരിന്റെ പാണ്ഡിത്യം നോക്കാൻ. ഓരോ പണ്ഡിതന്മാരും നിങ്ങൾ പറഞ്ഞ് തെറ്റാണ്, ഇവിടെ തെറ്റാണ്. ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ അമ്പരപ്പിച്ചു കളഞ്ഞു ഇമാം ബുഖാരി റഹിമഹുല്ലാ. സഹോദരങ്ങളെ, ഇവിടെ ഈ ലോകത്ത് പഠനം നടത്തപ്പെട്ട തലച്ചോറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട തലച്ചോറ് ആൽബർട്ട് ഐൻസ്റ്റീന്റേതാ. എത്ര ശതമാനം ഉപയോഗിച്ചത്? 25%.
എന്നാൽ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഷാഫി ഇമാമിന്റെ, ഹനഫി ഇമാമിന്റെ, ബുഖാരി, മുസ്ലിം എന്നീ പണ്ഡിതന്മാരുടെ തലച്ചോറെടുത്ത് പഠന വിധേയമാക്കുകയാണെങ്കിൽ 100-ൽ 110% ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം 7 വയസ്സാകുന്നതിന്റെ മുന്നേ 114 ഖുർആനിന്റെ വചനങ്ങൾ വെള്ളം പോലെ കാണാപ്പാഠം പഠിച്ച് 10-11 വയസ്സാകുന്നതിന്റെ മുന്നേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കി അതിന്റെ സനദും അതിന്റെ മധുരും ആ സനദിലുള്ള സകല മനുഷ്യരുടെയും ചരിത്രവും അവരുടെ പാരമ്പര്യവും മുഴുവൻ മനഃപ്പാഠമാക്കി പഠിച്ചു വെച്ച ഈ പണ്ഡിതന്മാരുടെ തലച്ചോറ് കീറി മുറിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണ് ശാസ്ത്രത്തിന് വല്ലാഹി സത്യം കിട്ടിയിരുന്നെങ്കിൽ 100-ൽ 110% ഉപയോഗിച്ച തലച്ചോറുകളായി ലോകത്തിന്റെ മുന്നിൽ ഇസ്സത്തിന്റെ അന്തസ്സിന്റെ പ്രതീകങ്ങളായി അവ ജ്വലിച്ചു നിൽക്കുമായിരുന്നു. ഇക്കഴിഞ്ഞ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരുടെ മാതാപിതാക്കൾ സൂക്ഷിച്ചൊരു സംഗതിയുണ്ട്. ഹറാമ് കലർന്നൊരു ഭക്ഷണം അവരുടെ മക്കൾക്ക് അവർ കൊടുത്തിട്ടില്ല. ഹറാമ് കലർന്ന ഭക്ഷണം അവരുടെ മക്കൾക്ക് അവർ കൊടുത്തിട്ടില്ല. നമ്മളൊരു കഥ പറയാറുണ്ട്. ഒരു യുവാവ് വിശന്ന് വലഞ്ഞ് ആകെ ഇടങ്ങേറായിക്കൊണ്ട് ഒരു നദിയുടെ കരയിലൂടെ നടന്നു പോകാം. വല്ലാത്ത വിശപ്പുണ്ട്. അപ്പോഴാണ് ആ നദിയിലൂടെ ഒരു ആപ്പിൾ ഒഴുകി വരുന്നത് കണ്ടത്. ഇദ്ദേഹം ചാടി വീണ് ആ ആപ്പിൾ നീന്തിപ്പിടിച്ച് ആർത്തിയോടുകൂടി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ യുവാവ് ഓർക്കുന്നത്, അല്ലാഹുവേ, ഇതാരുടേതാണെന്ന് അറിയില്ല, ഈ ആപ്പിളിന്റെ ഉടമസ്ഥൻ അറിയില്ല, ആരുടേതായിരിക്കും ഈ ആപ്പിൾ? ഉടമസ്ഥനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചിട്ടില്ലെങ്കിൽ ഇതെനിക്ക് ഹറാമാവുമല്ലോ. ഈ നദിയുടെ കരയിലൂടെ തിരിച്ചു നടക്കുക ആ യുവാവ് ഏതുവരെ? ആപ്പിൾ തോട്ടം കാണുന്നത് വരെ. എന്നിട്ട് ആപ്പിൾ തോട്ടം ഉള്ള സ്ഥലത്തെത്തിയപ്പോ ആപ്പിൾ തോട്ടത്തിന്റെ ഉടമയെ നാട്ടിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആപ്പിൾ തോട്ടത്തിന്റെ ഉടമയുടെ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി ഉടമയെ പുറത്തേക്ക് വിളിച്ചിട്ട് പറയാ, ഞാൻ നിങ്ങളുടെ ഒരു ആപ്പിൾ വിശന്ന് വരഞ്ഞപ്പോ തിന്നുപോയി, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. വീട്ടുടമ പറയാ, ഇല്ല, പൊരുത്തപ്പെട്ടു തരില്ല. യുവാവാകെ വിഷമനായി. ഞാൻ എന്ത് ചെയ്യണം പൊരുത്തപ്പെട്ടു തരാൻ? ഒരു ഉപാധിയുണ്ട്. എനിക്കൊരു മകളുണ്ട്. ആ മകൾക്ക് കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല, കൈകളില്ല, കാലുകളില്ല, സൗന്ദര്യവുമില്ല. എന്റെ മകളെ നിങ്ങൾ വേളി കഴിക്കണം, നിക്കാഹ് കഴിക്കണം. എന്നാൽ ഞാൻ എന്റെ ആപ്പിൾ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരാം. ഈ യുവാവ് തയ്യാറായതാണ്. ചരിത്രം പറയുന്നത്, നടന്ന ചരിത്രം. ഈ യുവാവ് തയ്യാറായതാണ്. കണ്ണില്ലാത്ത, കാതില്ലാത്ത, സംസാരശേഷിയില്ലാത്ത, കൈയില്ലാത്ത, കാതില്ലാത്ത, സൗന്ദര്യമില്ലാത്ത ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഈ യുവാവ് തയ്യാറാവുകയാണ്. അങ്ങനെ ഒരു നോക്ക് കാണുക പോലും ചെയ്യാതെ ഈ യുവാവ് പിതാവിന്റെ കൈ പിടിച്ച് നിക്കാഹ് ചെയ്ത് മണിയറയിൽ ആരെങ്കിലും എടുത്തുകൊണ്ടുവരുന്ന വധുവിനെയും കാത്തു നിൽക്കുന്ന സമയം പെട്ടെന്ന് മണിയറ കടന്നുകൊണ്ട് അതിസുന്ദരിയായ, സംസാരശേഷിയുള്ള, കണ്ണുള്ള, കാതുള്ള, നാവുള്ള, 2 കൈകളും കാലുകളുമുള്ള അതിസുന്ദരിയായ ഒരു പെണ്ണ് ആ മുറിയിലേക്ക് കടന്നു വന്നതാണ്. ഇയാളെ ചാടി വീണിട്ട് എന്നിട്ട് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു അള്ളാഹുവിൽ ശരണം തേടി. എന്നിട്ട് ആ പെണ്ണിന്റെ പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയാണോ? നിങ്ങൾ എന്നെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയാണോ? നിങ്ങളുടെ മകൾ എവിടെ? ആരാണ് ഈ സുന്ദരി? ഏതാണ് ആ പെണ്ണ് എന്ന് ചോദിച്ചപ്പോ ആ പിതാവ് പറഞ്ഞു, അവൾ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ. അവൾക്ക് കണ്ണില്ല, ഹറാമ് നോക്കുന്ന കണ്ണിൽ. അവൾക്ക് കാതില്ല, ഹറാമ് കേൾക്കുന്ന കാതില്ല. അവൾക്ക് നാവില്ല, ഹറാമ് സംസാരിക്കുന്ന നാവില്ല. അവൾക്ക് കൈകളില്ല, ഹറാമ് ചെയ്യുന്ന കൈകളില്ല. അവൾക്ക് കാലുകളില്ല, ഹറാമിലേക്ക് നടന്നു പോകുന്ന കാലുകളില്ല. അവർക്ക് സൗന്ദര്യമില്ല, അന്യപുരുഷന്മാരുടെ മുന്നിൽ വലിച്ചിഴക്കാൻ, അന്യപുരുഷന്മാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറാകുന്ന സൗന്ദര്യവും അവൾക്കില്ല എന്ന് പറഞ്ഞപ്പോ ഈ യുവാവ് അന്തം വിട. ചരിത്രം പറയുന്നു, ഈ ദമ്പതികൾക്കാണ് മഹാനായ, മുജദ്ദിദായ, ഒരു കാലഘട്ടത്തിന്റെ പരിഷ്കർത്താവായ, ഒരു കാലഘട്ടത്തിന്റെ ഇമാമായ ബഹുമാന്യ പണ്ഡിതൻ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹി അലൈഹി ജനിച്ചു വീഴുന്നത് ഈ ദമ്പതികൾക്കാണ്. ഹറാമിനെ സൂക്ഷിക്കണം. രക്തത്തിൽ ഹറാമിനെ കലർത്താൻ പേടിക്കുന്ന ആളുകൾക്ക് അത്ഭുതാവഹമായ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ആ മക്കൾക്ക് റബ്ബ് വിജയം നൽകും.